പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങളും പദ്ധതികളും 2019-20 സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ധനമന്ത്രി തന്നിരുന്നു. അതിജീവന ബജറ്റെന്ന് അവതരിപ്പിക്കപ്പെടും മുമ്പ് വിശേഷിപ്പിക്കപ്പെട്ട ബജറ്റ് പ്രളയാനന്തര കേരളത്തിന്റെ മുന്നോട്ടുപോക്കിനെ എത്ര കണ്ട് സഹായിക്കുമെന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെടും മുമ്പേ ധനമന്ത്രി ഉറപ്പു നൽകി. ബജറ്റുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ഒരു ബഡ്ജറ്റ് ഇതാണ് തയ്യാറാക്കുന്നത്. കാരണം അത്രയ്ക്ക് മേലെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ ഒരു പരിപാടിയുണ്ട് എന്ന് സന്ദേശം നൽകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. വെറും ജനപ്രിയം മാത്രമായിരിക്കില്ല. ദീർഘകാലത്തിൽ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് റീബിൽഡിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നതായിരിക്കും. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് പ്രളയ സെസ് ഏർപ്പെടുത്തിയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. പ്രളയാനന്തര കേരളത്തിൽ സെസ് കൊണ്ട് മന്ത്രി മറ്റൊരു പ്രളയം തീർത്തിരിക്കുകയാണ് എന്നാണ് ആരോപണം. സാധാരണ നികുതിക്ക് മേൽ മാത്രം സെസ് കണ്ടിട്ടുള്ള രാജ്യത്ത് ഉൽപ്പന്ന വിലയ്ക്ക് മേലാണ് തോമസ് ഐസക്കിന്റെ ബജറ്റിലെ സെസ്. 100 രൂപ വിലയുള്ള ഉൽപ്പന്നത്തിന് 1 രൂപയാകും നികുതിക്ക് പുറമെ നൽകേണ്ടി വരുന്ന തുക. 12 മുതൽ 28% വരെ നികുതി പിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഉയർന്ന വില ഉള്ളതുകൂടിയായതിനാൽ പോക്കറ്റ് കാര്യമായി ചോരും. ഇതോടെ ബ്രാൻഡഡ് ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് വിൽക്കുന്ന ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. ബിയറും വൈനും ഉൾപ്പെടെയുള്ളവയ്ക്ക് ആദ്യ വിൽപ്പന പോയിന്റിൽ 2% അധിക നികുതി. മദ്യത്തിനും ആഡംബര വീടുകൾക്കും അധിക നികുതിയും ചുമത്തി. സ്വർണത്തിനും വെള്ളിക്കും നികുതിയിൽ 0.5% വർധന. ഇതോടെ ഇപ്പോൾ തന്നെ റെക്കോർഡ് വിലയിൽ നിൽക്കുന്ന സ്വർണം പുതിയ ഉയരത്തിലെത്തും. പ്രളയ സെസിന്റെ ഭാഗമായി വില വർദ്ധിക്കുന്നവ ഇവയാണ്: വസ്ത്രങ്ങൾ, ചെരുപ്പ്, സോപ്പ്, പഞ്ചസാര, പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ, അലൂമിനിയം പാത്രങ്ങൾ, കത്തി, സ്പൂണുകൾ, ഐസ്ക്രീം, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ, കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്ക് വലിയ വിലക്കയറ്റം ഉണ്ടാകും. AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയവയ്ക്കും വില കൂടും. കുട, റെയിൻകോട്ട്, പാൻ മസാല, ശീതളപാനീയങ്ങൾ, ഡിഷ് വാഷ്, വാട്ടർ ഹീറ്റർ, ഷേവിംഗ് ക്രീം, ഷാംപൂ, ഡൈ, ലോട്ടറി തുടങ്ങിയവയ്ക്ക് വില കൂടും. സിമന്റ്, മാർബിൾ, പെയിന്റ്, ഗ്രാനൈറ്റ് തുടങ്ങിയ നിർമ്മാണ സാധനങ്ങളുടെ വില വർധനവിനും പ്രളയ സെസ് വഴിവെക്കും. വളം, ഇരുമ്പുൽപ്പന്നങ്ങൾ, തയ്യൽ മെഷീൻ തുടങ്ങിയവയ്ക്കും വിലക്കയറ്റമുണ്ടാകും. വിമാനയാത്ര, ഹോട്ടലുകളിലെ താമസം എന്നിവയ്ക്ക് ചെലവ് വർദ്ധിക്കും. ആഡംബര വീടുകളുടെ നികുതി വർദ്ധിപ്പിച്ചു. 10% വിനോദ നികുതി ചുമത്താൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയതോടെ 100 രൂപയുടെ സിനിമാ ടിക്കറ്റിന് 110 രൂപയാകും. ചെറുകിട ഉൽപ്പന്നങ്ങളെ പ്രളയ സെസ്സിൽ നിന്നും ഒഴിവാക്കിയതാണ് ഏക ആശ്വാസം. കേരള പ്രളയ സെസ് ഇനിമേൽ പ്രകൃതി ദുരന്തം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് GST കൌൺസിലിന്റെ അംഗീകാരത്തോടെ ദുരന്ത നിവാരണ സെസ് ഏർപ്പെടുത്തുന്നതിന് അവകാശമുണ്ടാകും. കേരളത്തിൽ പുനർനിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാനത്തിനകത്തുള്ള സേവനങ്ങളുടെയും ചരക്കുകളുടെയും വിതരണത്തിന് 1% സെസ് ചുമത്തിന് കൌൺസിൽ അനുവാദം നൽകി. നികുതിക്ക് പുറത്ത് സെസ് ചുമത്തുന്നതിന് പകരം അടിസ്ഥാന വിലയിൽ സെസ് ചുമത്തുക വഴി വൻ ഭാരമാണ് ജനങ്ങളുടെ തലയിൽ വന്നു ചേരാൻ പോകുന്നത് എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഇടതുമുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ GST കൌൺസിൽ പ്രഖ്യാപിക്കുകയുണ്ടായി 40 ലക്ഷം രൂപ വരെയുള്ളവരെ GSTയിൽ നിന്നും ഒഴിവാക്കാമെന്ന്. അതിനെതിരെ നമ്മളെ കേരള ഗവൺമെന്റ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു അത് GSTയിൽ 40 ലക്ഷം രൂപ വരുന്ന വ്യവസായികളെയും ഉൾപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിനെതിരെ ഞങ്ങൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തുകയും ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളെ ബഡ്ജറ്റിനകത്ത് 40 ലക്ഷം രൂപ വരെയുള്ള വ്യവസായികളെ ഈ GSTന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുക എന്നൊരു വാഗ്ദാനം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് സ്വാഗതം ചെയ്യുന്നു. അതിലോടുകൂടി നമ്മൾക്ക് വരുന്ന ഈ ടാക്സ് അത് വളരെ ദോഷകരമായിട്ടാണ് ഇപ്പോൾ ചെറുകിട വ്യവസായ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദോഷം ചെയ്യുന്നു. ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു 5% വരെയുള്ള ടാക്സ് കൊടുക്കുന്നവരെ ഈ 1% സെസ്സിൽ നിന്നും
ഒഴിവാക്കണമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. 12% താഴെയുള്ളവരെ 0.5%, 12%, 18%, 28% ഉള്ളവർക്ക് 1% സെസ്സും കൊടുക്കണം എന്നുള്ള ആ ഒരു വാഗ്ദാനം തീരെ ശരിയല്ല. അത് ചെറുകിട വ്യവസായ മേഖലയെ വീണ്ടും തകർക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്റ്റീൽ പോലുള്ള ഒരുപാട് ടേൺ ഓവർ ചെയ്യുന്ന വലിയ വലിയ മീൻസ് നമുക്ക് 1 കോടി രൂപ താഴെയൊക്കെ ടേൺ ഓവർ ചെയ്യുന്ന വ്യവസായങ്ങളെ ഗുഡ്സിന്റെ 1% ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ടാക്സാണ്. മുൻകാലങ്ങളിൽ 1% സെസ് പിരിച്ചിരുന്നു, ടാക്സിന്റെ പുറത്തായിരുന്നു അത് സെസ് പിരിച്ചിരുന്നത്. ഗുഡ്സിന്റെ പുറത്താണ് ഇവർ 1% ടാക്സ് പറയുന്നത്. ഇത് ചെറുകിട വ്യവസായ മേഖലയെ വീണ്ടും തകർക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. GSTയും ഡിമോണിറ്റൈസേഷനും മറ്റും വന്നുകൊണ്ട് ചെറുകിട വ്യവസായ മേഖല ഇവിടെ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചെറുകിട വ്യവസായ മേഖലയാണ്. ഇതിനു വേണ്ട പാക്കേജുകൾ ഞങ്ങൾക്ക് തരുന്ന കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഞങ്ങൾക്ക് 4% റേറ്റിന് ഇവിടെ വ്യവസായ മേഖലയ്ക്ക് ലോൺ കൊടുത്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ചെറുകിട വ്യവസായ മേഖല വരികയുള്ളൂ. അല്ലാതെ എന്ത് പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക്. ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതിന് പുറമെ ജീവിതഭാരം കൂട്ടുന്ന മറ്റു ചില പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലുണ്ട്. എല്ലാ സർക്കാർ സേവനങ്ങളുടെയും നിരക്ക് 5% കൂട്ടിയത് ജീവിത ചെലവ് ഉയർത്തും. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന 36 തരം സേവനങ്ങളുടെ നിരക്കുകളും കൂടും. 25 രൂപ മുതൽ 200 രൂപ വരെയാണ് ഇപ്പോഴത്തെ നിരക്ക്. ഇതെല്ലാം 5% കൂടും. വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, SC/ST വകുപ്പുമായി ബന്ധപ്പെട്ട ഗ്രാന്റ് സേവനങ്ങൾ, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ, മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ തുടങ്ങി എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ഫീസ് കൂടും. പിന്നോക്ക വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പ് അപേക്ഷാ ഫീസും കൂടും. പുതുതായി വാങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും 1% നികുതി കൂട്ടിയതോടെ വാഹനവിലയും ഉയരും. ഇലക്ട്രോണിക് എഗ്രിമെന്റുകൾക്ക് ഇനി മുദ്രപത്ര വിലയ്ക്ക് തുല്യമായ ഫീസ് ചുമത്തും. റവന്യൂ വകുപ്പിന്റെ എല്ലാ സേവനങ്ങൾക്കും 5% നിരക്ക് കൂട്ടി. റവന്യൂ ഓഫീസുകളിൽ നൽകുന്ന അപ്പീലുകളുടെ ഫീസ് ഒറ്റയടിക്ക് 10 രൂപയിൽ നിന്ന് 50 ഉയർത്തി. അല്ലെങ്കിൽ തന്നെ കുടുംബം അടിച്ചിട്ട് തകർന്നിരിക്കുക. ഇപ്പം ഒരു ബിസിനസ്സും ചെയ്യാതെ 1% നികുതി കൂടെ കൂട്ടി വെക്കണതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ബഡ്ജറ്റൊന്നും പാസ്സാവണമില്ലല്ലോ. അതൊക്കെ ഈ പ്രാബല്യത്തിലൊന്നും ഇല്ലല്ലോ. കോടികളിൽ ബില്ലിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കിപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും ഇങ്ങനെ നിയമസഭയിൽ ഇരുന്ന് ചെയ്യാൻ നമ്മൾ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ. അല്ലാണ്ട് നമുക്കൊന്നും പ്രയോജനമൊന്നുമില്ല. ആർക്കും ഒരു പ്രയോജനമില്ല. കാർഷിക വായ്പയൊക്കെ തകർന്ന് കിടക്കുക. കാർഷിക മേഖലയൊക്കെ ഞങ്ങളെ കാർഷിക മേഖലയിലുള്ളവരാ. വെള്ളം പൊങ്ങി ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും. അത്രയേ ഉള്ളൂ. പിന്നെ സാധനങ്ങളുടെ വില കുതിച്ചു വരികയല്ലേ. ഒക്കെ ജീവിക്കാൻ പറ്റുന്നതിന് കാശുള്ളവന് ജീവിക്കാം, അല്ലാത്തവന് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ സാധാരണ കുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും വില കയറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത് നമ്മൾ എവിടെ ചെന്ന് ഇത് പറയണം. നമ്മൾ ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും വാഗ്ദാനങ്ങൾ പറയണതെന്നല്ലാണ്ട് ഒരു കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രാവർത്തികമാണില്ല. എല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെന്നാൽ നമുക്ക് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. പഞ്ചസാരയും പേസ്റ്റും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കുടുംബ ബഡ്ജറ്റിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. ഇത് മനുഷ്യന് ജീവിക്കണ്ടേ, ജീവിക്കാൻ പറ്റണ്ടേ ഇത്. പിന്നെ എന്ത് പൈസ ഒന്നും അവർ കൂട്ടി തന്നെയില്ല. ജോലി സ്ഥലത്ത് നിന്ന് കൂട്ടി തന്നെയില്ല. സാധനങ്ങൾ ഇങ്ങനെ വില കൂടുതൽ എന്തായാലും പോകുന്നുണ്ട്. എന്തൊക്കെ എന്താ ചെയ്യാ, അങ്ങനെ ജീവിക്കാൻ ഇത് ഉപയോഗിക്കാതെയും പറ്റില്ലല്ലോ നമുക്ക്. ഈ മാറ്റി വെക്കൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ചെയ്യണുണ്ടോ? എന്തായാലും ചെയ്ത് കാണിക്കട്ടെ, അപ്പം പറയാം. 3 വൻകിട പ്രഖ്യാപനങ്ങളാണ് തോമസ് ഐസക്കിന്റെ ബജറ്റിലുള്ളത്. 2ാം കുട്ടനാട് പാക്കേജ്, വയനാട് പുനരുജ്ജീവന പാക്കേജ്, കൂടാതെ തെക്ക് വടക്ക് അതിവേഗ ട്രെയിനും. 2ാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കുന്നതിന് 1000 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിൽ 250 കോടി രൂപയുടെ ശുദ്ധജല വിതരണ പദ്ധതിയും കായൽ പ്രദേശത്ത് വലിയ സെപ്റ്റിക് ടാങ്കുകളും സംസ്കരണ സംവിധാനവും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ശുചീകരിച്ച കുട്ടനാട് വീണ്ടും മലിനപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണം. കായലിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും മലിനജലം മുഴുവൻ കായലിലേക്കാണ് വരുന്നത്. ഇത് അവസാനിപ്പിക്കണം. തോടുകളെല്ലാം ഒറ്റത്തവണ വൃത്തിയാക്കും. തുടർന്നും അപശുചിയെ നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് കനാൽ പ്രദേശത്തെ സെപ്റ്റിക് ടാങ്ക് കൂസുകളും ഉറവത്തിൽ ഖരമാലിന്യ സംസ്കരണവും നടപ്പാക്കും. സെപ്റ്റിക് ടാങ്ക് ഉണ്ടായതുകൊണ്ടായില്ല, സെപ്റ്റേജ് സംസ്കരണത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവണം. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം പ്രതിദിനം ഏതാണ്ട് 3 ലക്ഷം ലിറ്റർ സെപ്റ്റേജാണ് മൊബൈൽ സക്കറുകൾ വഴി ശേഖരിക്കുന്നത്. ഇവ മുഴുവൻ ആത്യന്തികമായിട്ട് കായലിലേക്കാണ് എത്തിച്ചേരുന്നത്. സ്ഥിരം സെപ്റ്റേജ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പരിസരവാസികൾ എതിർപ്പ് മൂലം സാധിക്കുന്നില്ല. ഇതിനൊരു പരിഹാരമാണ് മൊബൈൽ സെപ്റ്റേജ്.
ഇപ്പോൾ 50,000 ലിറ്റർ മൊബൈൽ സെപ്റ്റേജ് യൂണിറ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. വയനാട്ടിലെ ജനങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള പദ്ധതി മലബാർ കോഫി എന്ന പേരിൽ വയനാട്ടിലെ കാപ്പി ബ്രാൻഡ് ചെയ്ത് വിൽക്കും. കുരുമുളക് കൃഷിയുടെ പുനരുദ്ധാരണത്തിനും പ്രത്യേക പാക്കേജ് ഉണ്ടാകും. ഈ വർഷം തന്നെ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് തുടങ്ങും. അതിൽ കാപ്പി സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം ഉണ്ടാകും. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ 500 കോടിയാണ് അനുവദിച്ചത്. കഴിഞ്ഞ ബജറ്റുകളിലും ഇതേ തുക തന്നെയായിരുന്നു നീക്കിവച്ചിരുന്നത്. റബ്ബർ കർഷകർക്കായി സിയൽ മോഡൽ ടയർ കമ്പനി തുടങ്ങുമെന്ന് ബജറ്റ് പറയുന്നു. കേരം തെങ്ങും കേരളനാട് പദ്ധതി പ്രകാരം വർഷം തോറും 10 ലക്ഷം തെങ്ങ് നടും. നെൽകൃഷി ആദായകരമാക്കാൻ പാലക്കാട്, തൃശൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ റൈസ് പാർക്കിന് 20 കോടി രൂപ അനുവദിച്ചു. കശുവണ്ടി മേഖലയ്ക്കായി കമ്പനി നവീകരിക്കാൻ 25 കോടി രൂപയാണ് അനുവദിച്ചത്. മത്സ്യകൃഷിക്ക് 150 കോടിയും കന്നുകുട്ടി പരിപാലനത്തിന് 60 കോടി രൂപയും പച്ചക്കറി കൃഷിക്ക് 75 കോടി രൂപയും തോമസ് ഐസക്കിന്റെ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നു. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ എന്നീ 3 കേന്ദ്ര ജില്ലകളിൽ അന്തർദേശീയ നിലവാരമുള്ള റൈസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 20 കോടി രൂപ കൈയിരുത്തുന്നു. റൈസ് പാർക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ തന്നെ ഈ പ്രഖ്യാപനം അതേ രൂപത്തിൽ നടപ്പാകുക അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുകയാണെങ്കിൽ കൃഷിക്കാർക്കെന്നും നേട്ടം തന്നെയാണ്. പക്ഷേ ഇത് പിന്നെ കഴിഞ്ഞ ദിവസവും മന്ത്രിയുടെ ഓഫീസിൽ കൂടിയ കർഷകരുടെ യോഗത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടന്നതിനകത്ത് പോലും കൃഷിക്കാരെ രക്ഷിക്കുന്ന ഒരു സമീപനമല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇവിടെ 1000 നെൽമണി എടുത്തു. അങ്ങനെ നെൽമണി തൂക്കി ഇവിടെ കൃഷിക്കാർ 18 കിലോ കുറവ് ചോദിച്ചു. നല്ല ഗുണനിലവാരം 18 കിലോ കുറവ് ചോദിക്കുന്നു മില്ലുടമകൾ 1 കിൻഡലിന് കുറവ് ചോദിച്ചത്. അത്തരം ഒരു അവസ്ഥ ഞങ്ങൾ വണ്ടി തടഞ്ഞു. പക്ഷേ അന്ന് ഇവിടെ സാമ്പിൾ ടെസ്റ്റ് നടത്തിയതെന്ന് പറഞ്ഞാൽ പുത്തങ്കരി പാടത്തെ ഒരു കോട്ടയം ജില്ലയിലെ ഏറ്റവും മടുപ്പ് നെല്ല് അതാണ് സാമ്പിൾ ടെസ്റ്റ് നടത്തിയതും. അത് ഏകദേശം വേണ്ട 14 കിലോ കുറവ് അന്ന് എല്ലാ മില്ലുകാരും ചോദിച്ചു. ആ നെല്ലാണ് വെച്ചൂർ മോഡേൺ റൈസിൽ സംഭരിക്കുകയും സംസ്കരണം നടത്തി നോക്കിയിട്ട് അത് ഈ 14 കിലോ കുറവ് ചോദിച്ച് അത് ഉൾപ്പെടെയാണ് ഇതിനകത്തുനിന്ന് അരിയുടെ ശതമാനം കുറവാണെന്ന് പറഞ്ഞാണ് ഇപ്പം മില്ലുടമകൾ വീണ്ടും ഇതിൻ്റെ തീരെ വീണ്ടും കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ റൈസ് പാർക്ക് ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗുണം. പക്ഷേ ഇത്തരം ഇത് പ്രാവർത്തികമായില്ലെങ്കിൽ ഞങ്ങൾ ഈ പഴയ അവസ്ഥയിലോട്ട് തന്നെ വരും. കേന്ദ്രത്തിന്റെ ആയുഷ് പദ്ധതിയും സംസ്ഥാനത്തിന്റെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും സംയോജിപ്പിച്ചാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. 42 ലക്ഷം കുടുംബങ്ങൾക്കുള്ള പ്രീമിയം സംസ്ഥാനം അടയ്ക്കും. 20 ലക്ഷം കുടുംബങ്ങൾക്ക് വിഹിതമടച്ച് പദ്ധതിയുടെ ഭാഗമാകാം. ധനമന്ത്രി പ്രഖ്യാപിച്ച സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുഴുവൻ കുടുംബങ്ങളെയും ഉൾക്കൊള്ളുന്നത് ആണെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കാത്തതിന് വിമർശനം നേരിട്ട ധനമന്ത്രി എല്ലാ പദ്ധതികളും സംയോജിപ്പിച്ചാണ് പുതിയത് പ്രഖ്യാപിച്ചത്. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ വരെയാണ് വർഷം ആനുകൂല്യം. സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ, കേന്ദ്ര സർക്കാർ സഹായത്തോടെയുള്ള RSBY തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട്. സാധാരണ രോഗങ്ങൾക്ക് 30,000 രൂപയും മാരക രോഗങ്ങൾക്ക് 70,000 രൂപയും മാത്രം സഹായം കിട്ടുന്നവയാണ് ഇപ്പോഴുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. കൂടുതൽ ധനസഹായം കിട്ടുന്ന വിധത്തിൽ ഈ പദ്ധതികൾ സംയോജിപ്പിച്ച് പരിഷ്കരിക്കും എന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത്. 4 ഭാഗങ്ങളുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഇൻഷുറൻസ് കമ്പനി വഴി ലഭ്യമാക്കും. ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസർ എന്നിവയുടെ ചികിത്സയ്ക്ക് ആശുപത്രികൾ വഴി സർക്കാർ നേരിട്ട് 5 ലക്ഷം രൂപ വരെ നൽകും. മെയ് മാസം മുതൽ പുതിയ പദ്ധതി നിലവിൽ വരും. ലോട്ടറി വരുമാനം പൂർണ്ണമായി ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ഉപയോഗിക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. 42 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയും 10 ലക്ഷത്തിൽ പരം ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും അവരുടേതായ ആരോഗ്യ ഇൻഷുറൻസും ഉണ്ടാവും. ESI ആനുകൂല്യം ലഭിക്കുന്ന 10 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 20 ലക്ഷം പേർക്ക് സ്വന്തം പ്രീമിയം അടച്ച് ഈ ഇൻഷുറൻസ് കം അഷുറൻസ് പദ്ധതിയിൽ പങ്കുചേരുന്നതിന് അവകാശമുണ്ടാവും. അങ്ങനെ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു സാർവത്രിക പദ്ധതിയാണ് ഈ വർഷം നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷനുകളിലും ചില ആനുകൂല്യങ്ങളിലും നേരിയ തോതിലെങ്കിലും വർധന വരുത്താൻ ധനമന്ത്രി തയ്യാറായി. ശമ്പള പരിഷ്കരണ നടപടികളും തുടങ്ങിവെച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ക്ഷേമ പെൻഷനുകളിൽ വർധന ഉണ്ടായതിനെ പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ക്ഷേമ പെൻഷനുകളും 100 രൂപ വർധന വന്നതോടെ കുറഞ്ഞ പെൻഷൻ 1200 ആയി. കർഷക പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത വനിതാ പെൻഷൻ എന്നിവയാണ് വർദ്ധിക്കുക. 51 ലക്ഷം പേർക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടും. ആശാ വർക്കർമാരുടെ ഓണറേറിയം 500 രൂപ കൂട്ടി. എല്ലാ ആനുകൂല്യങ്ങളും അടക്കം 7500 രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു ആശാ വർക്കർക്ക് കിട്ടുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു.
ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2 കോടി DA കുടിശ്ശികയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏറെക്കാലമായി ചർച്ചയിലുള്ള ഇൻഷുറൻസ് പദ്ധതി മെയ് മാസം മുതൽ നടപ്പാക്കും. ലൈബ്രറിയന്മാരുടെ അലവൻസ് 20% കൂട്ടിയിട്ടുണ്ട്. എല്ലാ ഗ്രേഡിലുമുള്ള വായനശാലകളിലെ ലൈബ്രറിയന്മാരുടെ അലവൻസ് കൂട്ടിയത് നിരവധി പേർക്ക് പ്രയോജനം ചെയ്യും. ഇതോടൊപ്പം പ്രളയകാലത്ത് കേരളത്തെ കൈപിടിച്ചുയർത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമെങ്കിൽ വേണ്ടത് കൊടും നികുതി പിരിവാണെന്നാണ് സൂചന. വിൽപ്പന നികുതി പിരിവിൽ 30% വർധനയെന്ന കണക്കിനെ ചുറ്റിപ്പറ്റിയാണ് ധനമന്ത്രി കണക്ക് കൂട്ടിയിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത ഈ വർധന നടപ്പാക്കണമെങ്കിൽ നികുതി വില മുറുക്കി കെട്ടേണ്ടി വരും. ആത്യന്തികമായി ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടുകയും ചെയ്യും. ഇതുവഴി 6000 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനൊരു കണക്ക്. 7.1% മാത്രം വളരുന്ന സാമ്പത്തിക ഘടനയിൽ 30% അധിക നികുതി വരുമാനം ഏറെക്കുറെ അസാധ്യമാണെന്ന് ധനമന്ത്രിക്കും അറിയാം. കഴിഞ്ഞ 5 വർഷത്തെ ശരാശരിയായ 3.61 നിന്നും 3% കുറയ്ക്കണം. ഇതിന് കഴിയണമെങ്കിൽ 2019-20 GST വരുമാനം 30% ഉയരണം. 10% വളർച്ചയിൽ നിന്ന് 30%ലേക്കുള്ള എടുത്തിയാട്ടം അപ്രായോഗികമാണെന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നിയേക്കാം. എന്നാൽ ആ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് നികുതി വകുപ്പിനുള്ളത്. എന്തു പറയാനാണ്, എല്ലാത്തിനും വില കൂടുതലാണ്. പാവപ്പെട്ടവരാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ട് ആർക്കാ കൊടുക്കണത്? ആർക്കും കൊടുക്കാറില്ലല്ലോ. കുടുംബശ്രീ വഴി തന്നെ എന്ത് കൊടുക്കണം എന്ന് പറയും, കൊടുക്കണില്ല. അങ്ങനെയൊക്കെയാണ് സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. റേഷൻ കാർഡൊക്കെ ചെറിയ ഇതിലാണ് ഞങ്ങളുടെ തോതിലൊക്കെയാണ്. പിന്നെ അല്ലേ ഒച്ചവാദിക്കല്ലോ, എല്ലാ സാധനത്തിനും കൂടുതലാണ്. എല്ലാ സാധനത്തിനും എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യോപയോഗം ചെയ്യണതിനൊക്കെ വില കൂടുതലാണ്. ഒക്കെ അത് വില കുറക്കണം. അന്നേരം നമുക്ക് തരും അവർ. നമ്മളുടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യം പറഞ്ഞാൽ തന്നില്ല. പിന്നെ എന്നാ പറയും, നടക്കുമെന്ന് തോന്നുന്നത് നടന്നാൽ എല്ലാവർക്കും നല്ലത്. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നടക്കുകയോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. വില കൂടിയതുകൊണ്ട് ആളുകൾക്ക്, ചെറിയ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന ജോലിക്ക് കാശ് കൂടുതൽ കിട്ടൂലല്ലോ. എടുക്കുന്ന ജോലിക്ക് കിട്ടുന്നതനുസരിച്ചല്ലേ കിട്ടുള്ളൂ. ഇത് കൂടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണത്. മറ്റേ സബ്സിഡിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സാധാരണ വിലക്ക് തരാൻ പറ. നമുക്ക് നേരത്തെ തന്നിരുന്ന പോലെ അതല്ലേ ചെയ്യേണ്ടത്. ഈ പാവത്തങ്ങളോടൊക്കെ അങ്ങനെയൊക്കെ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതങ്ങനെ എടുത്തു കളയാൻ പറ. ഇപ്പൊ വെച്ചതൊക്കെ അങ്ങനെ എടുത്തു കളയാൻ പറ. പഴയ മോഡൽ തന്നെ ആക്കാൻ പറ. ചോദ്യം 2, ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? സെസ് വഴിയുള്ള വിലവർധനയ്ക്ക് പുറമെ നികുതി വില മുറുക്കുമ്പോഴുള്ള പ്രതിസന്ധിയുമുണ്ട്. കള്ളബില്ലിൽ വന്നിരുന്നവ ബില്ലിൽ ആകുന്നതോടെ സ്വാഭാവികമായ വിലവർധന വരും. ചോദ്യം 3, പറഞ്ഞ പദ്ധതികൾ പ്രായോഗികമാണോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ പാത, യാത്രാസമയം 4 മണിക്കൂർ. ഇരട്ട വരിയായി പാത നിർമ്മിക്കാൻ ഏറ്റെടുക്കേണ്ടി വരിക 1000കണക്കിന് ഹെക്ടർ സ്ഥലം. സ്ഥലം ലഭിച്ചാൽ തന്നെ നിർമ്മാണ ചെലവ് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം കോടി രൂപയെങ്കിലും ആകും. ബജറ്റിൽ പറഞ്ഞതുപോലെ 7ാം വർഷം പൂർത്തിയാകണമെങ്കിൽ മഹാത്ഭുതം തന്നെ സംഭവിക്കേണ്ടി വരും. ഡിസൈൻഡ് റോഡുകൾ അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിലെ റോഡ് ശൃംഖല മുഖച്ഛായ മാറും. 2018 ഡിസംബർ അവസാനം വരെയുള്ള 3 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 1601 കിലോമീറ്റർ BMNBC റോഡുകളും 2516 കിലോമീറ്റർ സാധാരണ റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത 2 വർഷം കൊണ്ട് 6000 കിലോമീറ്റർ റോഡ് നിർമ്മാണവും കൂടി പൂർത്തിയാവും. മൊത്തം റോഡിന്റെ ദൈർഘ്യത്തിൽ മാത്രമല്ല ഗുണനിലവാരത്തിലും ഒരു എടുത്തിയാട്ടം ഉണ്ടാവാൻ പോകുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ശബരിമല ബജറ്റിൽ എങ്ങനെ ഇടം പിടിക്കും എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമല വിഷയമാണ് മന്ത്രി ഉന്നയിച്ചത്. ശബരിമലയുടെ പേരിൽ നടന്ന വർഗീയ പ്രചരണങ്ങൾ മലയാളിയെ ഭിന്നിപ്പിച്ച 2ാം ദുരന്തമാണെന്ന് മന്ത്രി പറഞ്ഞു. ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്ന് ധനമന്ത്രിയുടെ നിർണായകമായ പ്രഖ്യാപനമുണ്ട്. 739 കോടി രൂപയാണ് ശബരിമലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഇടത്താവളങ്ങൾ വികസിപ്പിക്കും. പമ്പയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ്, ശബരിമല റോഡുകൾക്കായി 200 കോടി രൂപ, കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ. വലിയ പ്രഖ്യാപനങ്ങളാണ് ശബരിമലയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ദേവസ്വത്തെ തകർക്കാൻ ഭക്തരുടെ പേരിൽ രാഷ്ട്രീയക്കാർ ശ്രമിച്ചെന്നും കാണിക്കയിടരുതെന്നടക്കമുള്ള പ്രചരണങ്ങൾ നടന്നെന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നു. ശബരിമല വരുമാനത്തിൽ നിന്ന് സർക്കാർ 1 രൂപ പോലും എടുക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ശബരിമലയെ പ്രത്യേകമായി പരിഗണിച്ച്
വരുമാനമിടിഞ്ഞതിന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലുകളെ ബജറ്റിലൂടെ പ്രതിരോധിക്കുകയാണ് സർക്കാർ. അങ്ങനെ ശബരിമലയ്ക്ക് വേണ്ടി മൊത്തം 739 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ചില ദുഷ്പ്രചരണം നടത്തുന്ന പോലെ ശബരിമല വരുമാനത്തിൽ നിന്നും ഒരു പൈസ പോലും സർക്കാർ എടുക്കുന്നില്ല. ദൗർഭാഗ്യവശാല് സർക്കാർ കവരുന്നു എന്ന് പറഞ്ഞ് കാണിക്കിടുന്നതിനെ തടഞ്ഞ് ദേവസ്വത്തെ തകർക്കാനാണ് ഭക്തരുടെ പേരിൽ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചത്. ഈ നീക്കം മൂലം താൽക്കാലികമായി ഉണ്ടായ നടവരുമാനത്തിൽ ഇടിവ് ദേവസ്വം ക്ഷേത്രങ്ങൾ നടത്തിപ്പിന് ഒരു ഭംഗവും വരുത്താൻ കേരള സർക്കാർ അനുവദിക്കില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടി രൂപ പ്രത്യേകമായിട്ട് അനുവദിക്കുന്നു. ശബരിമല മുതൽ വനിതാ മതിൽ വരെ വിവാദ വിഷയങ്ങളെല്ലാം പരാമർശിച്ചായിരുന്നു ഐസക്കിന്റെ പ്രസംഗം. അമ്പലങ്ങളല്ല, ഇനി പള്ളിക്കൂടങ്ങളാണ് വേണ്ടതെന്ന ഗുരുവചനം മന്ത്രി ഓർമ്മിപ്പിച്ചു. നവോത്ഥാന ശ്രമങ്ങളുടെ പ്രസക്തി എടുത്തുകാട്ടാൻ കുമാരനാശന്റെ വരികളും കൂട്ടിനെത്തി. ആശാന്റെ സീതാകാവ്യത്തിന്റെ 100ാം വർഷത്തിൽ സമത്വ അവകാശങ്ങൾക്കായി പോരാട്ടത്തിനിറങ്ങിയ കേരളത്തിന്റെ സ്ത്രീകളെയും അനുസ്മരിച്ചു. തിരുവനന്തപുരത്ത് നവോത്ഥാന മ്യൂസിയം സ്ഥാപിക്കുമെന്നും സമൂഹത്തിന് മികച്ച സേവനം നൽകുന്ന വനിതയ്ക്ക് എല്ലാ വർഷവും ദാക്ഷായണി വേലായുധന്റെ പേരിലുള്ള അവാർഡ് നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 2 മണിക്കൂർ 47 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗം അവസാനിച്ചതും ആശാന്റെ വരികളോടെ തന്നെ. കാലം മാറിപ്പോയി, കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി. കെട്ടിനിർത്താൻ കഴിയാത്ത ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. മറ്റലിക്കൊണ്ടീ മൊഴി തന്നെ സർവദാ കാറ്റിരമ്പി നിന്നു ഇന്ന് കേരളത്തിൽ.